നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ബിജെപി നേതാവ് വി രാജേഷിനെതിരെ തിരുവനന്തപുരത്ത് പോസ്റ്റർ. രാജീവ് ചന്ദ്രശേഖറിന്റെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ഉത്തരവാദി രാജേഷ് എന്ന പോസ്റ്ററിൽ വി രാജേഷിന്റെ അനധികൃത സ്വത്ത് സമ്പാദനത്തെക്കുറിച്ച് അന്വേഷണമെന്നും പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നും ആവശ്യം. ബിജെപി പ്രതികരണ വേദിയുടെ പേരിലാണ് പോസ്റ്റർ. അതേസമയം പോസ്റ്റർ പതിച്ചവർക്കെതിരെ വി രാജേഷ് പരാതി നൽകി. വ്യക്തിഹത്യ നടത്തുന്നതിലാണ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. പോസ്റ്റർ വിവാദത്തിൽ പ്രതികരണവുമായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ. മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ. അച്ചടക്ക ലംഘനം പാർട്ടിയിൽ വെച്ചു പൊറുപ്പിക്കില്ലെന്നും മുന്നറിയിപ്പ്. ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് നടയിൽ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരം 7ാം ദിനത്തിലേക്ക്. അനിശ്ചിതകാല പ്രതിഷേധ സമരം 45ാം ദിവസത്തിലേക്ക്. ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് നടത്തുന്ന ധർണ കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. സമരം ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റ് നടയിൽ നടക്കുന്ന ജനസഭയിൽ ജോയ് മാത്യുവും പങ്കെടുക്കും. ആശാ സമരത്തിനെതിരെ നിലപാട് ആവർത്തിച്ച് INTUC സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ. ആശമാരുടെ പേര് പറഞ്ഞ് സമരത്തിന് നേതൃത്വം നൽകുന്നത് NUCI ആണെന്ന് അതിന് തെളിവുണ്ടെന്നും ആർ ചന്ദ്രശേഖരൻ ന്യൂസ് 18നോട്. ആശമാർക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നല്ല, ജോലിയിൽ സ്ഥിരം നിയമനം നൽകണമെന്നാണ് നിലപാടെന്ന് ആർ ചന്ദ്രശേഖരൻ. ആർ ചന്ദ്രശേഖരനെതിരെ കെ മുരളീധരൻ. INTUC പിണറായി വിലാസം സംഘടനയാകരുത്. കോൺഗ്രസ് ഒറ്റക്കെട്ടായാണ് സമരത്തെ പിന്തുണയ്ക്കുന്നത്. കോടികളുടെ നിറം നോക്കിയല്ല കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചത്. ആവശ്യം ന്യായമായതിനാലാണ് കോൺഗ്രസ് പിന്തുണ. എന്നാൽ INTUCക്ക് സ്വതന്ത്ര നിലപാടെടുക്കാമെന്നും അവരെ അപമാനിക്കാൻ അധികാരമില്ലെന്നും കെ മുരളീധരൻ. നിറത്തിന്റെ പേരിൽ അധിക്ഷേപം നേരിട്ടുവെന്ന് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ചീഫ് സെക്രട്ടറി എന്ന നിലയിൽ തന്റെ പ്രവർത്തനം കറുത്തതാണെന്ന് ഒരു വ്യക്തി അഭിപ്രായപ്പെട്ടു. തന്റെ ഭർത്താവിന്റെ പ്രവർത്തനം വെളുത്തതായിരുന്നുവെന്നും അതേ വ്യക്തി പറഞ്ഞു. വെളുത്ത ചർമ്മമില്ലെങ്കിൽ കുറഞ്ഞ മനുഷ്യനാകുമോ എന്ന ചോദ്യത്തിന് എന്ത് പ്രസക്തിയാണെന്നും കറുപ്പ് മനോഹരമാണെന്ന് താൻ കരുതുന്നുവെന്നും ചീഫ് സെക്രട്ടറിയുടെ പോസ്റ്റ്. ആലപ്പുഴ കളക്ടറേറ്റിലെ അയിത്താചരണ കേസിൽ ഹുസൂർ ശിരസ്തദാർ പ്രീത പ്രതാപനെതിരെ ഗുരുതര ആരോപണങ്ങൾ. പ്രത്യേക ഹാജർ പുസ്തകത്തെ സംബന്ധിച്ചുള്ള ചോദ്യത്തിന് പട്ടിക്കും പൂച്ചയ്ക്കും ഇത് മതിയെന്ന് പറഞ്ഞതായി FIR-ൽ. പരിപാടികൾ സംഘടിപ്പിച്ചപ്പോൾ പരാതിക്കാരൻ കളക്ടർക്കൊപ്പം വേദി പങ്കിട്ടതിലും അമർഷം. പരാതിയിൽ ആലപ്പുഴ DYSPയുടെ നേതൃത്വത്തിൽ സംഘം ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തും. FIR-ന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. സ്ത്രീകളുടെ മാറിടത്തിൽ സ്പർശിക്കുന്നത് ബലാത്സംഗമല്ലെന്ന അലഹബാദ് ഹൈക്കോടതി വിധി മനുഷ്യത്വരഹിതവും ഞെട്ടിക്കുന്നതുമെന്ന് സുപ്രീംകോടതി. വിധി സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയുടെ വിധി ബോധപൂർവമെന്ന് വിലയിരുത്തുന്നതായും കോടതി നിരീക്ഷിച്ചു. ജസ്റ്റിസ് BR ഗവായ്, ജസ്റ്റിസ് AG മാസിഹ് എന്നിവരാണ് കോടതി സ്വമേധയാ എടുത്ത കേസ് പരിഗണിച്ചത്. ബലാത്സംഗ ശ്രമവും ബലാത്സംഗത്തിനുള്ള തയ്യാറെടുപ്പും തമ്മിലുള്ള വ്യത്യാസം വിശദീകരിച്ചായിരുന്നു ജസ്റ്റിസ് രാം മനോഹർ നാരായൺ മിശ്രയുടെ പരാമർശം. സംഗീത സംവിധായകൻ ഷാൻ റഹ്മാനെതിരെ കേസ്. കൊച്ചിയിൽ സംഗീത നിശ സംഘടിപ്പിച്ചത് വഴി ഷാൻ റഹ്മാൻ 38 ലക്ഷം രൂപ പറ്റിച്ചുവെന്നാണ് കേസ്. എറണാകുളം സൗത്ത് പോലീസാണ് വഞ്ചനാ കുറ്റത്തിന് കേസെടുത്തത്. പ്രൊഡക്ഷൻ മാനേജറും ഷോ ഡയറക്ടറുമായ നിജു രാജാണ് പരാതി നൽകിയത്. തമിഴ്നാട്ടിൽ വീണ്ടും ഏറ്റുമുട്ടൽ കൊല. ജാഫർ ഗുലാം ഹുസൈൻ എന്ന മഹാരാഷ്ട്ര സ്വദേശിയാണ് പോലീസ് വെടിവെച്ച് കൊന്നത്. പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു വെടിവെപ്പ്. കുപ്രസിദ്ധമായ റാനി ഗാങ്ങിലെ നേതാവാണ് കൊല്ലപ്പെട്ട ജാഫർ. പത്തനംതിട്ട തിരുവല്ലയിൽ ഹോട്ടൽ തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. തോണ്ടറ പാലത്തിന് സമീപം മണിമലയാറ്റിലാണ് മൃതദേഹം കണ്ടത്. കൊട്ടാരക്കര സ്വദേശി പ്രദീപാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് മുതൽ ഇയാളെ കാണാനില്ലായിരുന്നു. ലഹരിക്കെതിരെ ജാഗ്രതാ സമിതിയുമായി ഫെഫ്ക. സിനിമയുടെ വിവിധ മേഖലയിൽ നിന്നുള്ളവരെ ഉൾപ്പെടുത്തി ജാഗ്രതാ സമിതി രൂപീകരിക്കും. എല്ലാ ഷൂട്ടിംഗ് ലൊക്കേഷനിലും ജാഗ്രത ഉറപ്പാക്കും. 7 അംഗങ്ങളാണ് ജാഗ്രതാ സമിതിയിലുണ്ടാവുക. സംവിധായകനും സാങ്കേതിക പ്രവർത്തകരും ഉൾപ്പെടുന്നതാണ് സമിതി. നിരോധിത ലഹരിയുടെ വ്യാപനം സിനിമാ മേഖലയിൽ പടരുന്നത് തടയുകയാണ് ലക്ഷ്യമെന്ന് B ഉണ്ണികൃഷ്ണൻ. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് ഫെഫ്കയുടെ സഹായം അനിവാര്യമെന്ന് എക്സൈസ് കമ്മീഷണർ. മുൻകൈയെടുക്കേണ്ടത് സിനിമാ മേഖലയിലുള്ളവരെന്നും മഹിപാൽ യാദവ്.
കൊടകര കുഴൽപ്പണ കേസിൽ ഇ ഡി ബി.ജെ.പിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ വിഷയം രാഷ്ട്രീയ ആയുധമാക്കാൻ സിപിഎമ്മും കോൺഗ്രസും. ഇ ഡി രാഷ്ട്രീയം കളിക്കുന്നെന്ന് കോൺഗ്രസ് ആരോപിച്ചു. യഥാർത്ഥ കള്ളനെ പിടിക്കാൻ ഇ ഡി തയ്യാറായില്ലെന്നാണ് KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ പ്രതികരണം. കേസിൽ പോലീസ് കണ്ടെത്തൽ തള്ളിയാണ് ഇ ഡി കുറ്റപത്രം. പണം എത്തിച്ചത് ബി.ജെ.പിക്കല്ലെന്ന് ഇ ഡി വ്യക്തമാക്കി. കലൂർ PMLA കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സഹപ്രവർത്തകനായ സുഹൃത്തിനെ വിളിച്ചറിയിച്ച ശേഷമാണ് മേഘ ജീവനൊടുക്കിയതെന്നാണ് വിവരം. വിവാഹം കഴിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് യുവാവ് പിന്മാറിയത് മേഘയെ അലട്ടിയിരുന്നുവെന്നാണ് സൂചന. ജീവൻ ഒടുക്കാൻ പോകുന്നുവെന്ന് അറിയിച്ചതിന് പിന്നാലെ മേഘ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടിന്റെ ഉടമയുമായി പുരുഷ സുഹൃത്ത് ഫോണിൽ ബന്ധപ്പെട്ടിരുന്നുവെന്നും വിവരം. കോഴിക്കോട് മാലാപ്പറമ്പിൽ കാണാതായ ഇതര സംസ്ഥാന വിദ്യാർത്ഥിയെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതം. മാലാപ്പറമ്പ് വേദവ്യാസ വിദ്യാലയത്തിലെ സൻസ്കാർ കുമാർ എന്ന ബീഹാർ സ്വദേശിയാണ് കാണാതായത്. 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. വിഴിഞ്ഞം തുറമുഖത്തിന് വയബിലിറ്റി ഗ്യാപ് ഫണ്ട് വാങ്ങാൻ മന്ത്രിസഭാ തീരുമാനം. വായ്പയായി തുക അനുവദിച്ചതിൽ സംസ്ഥാനം നേരത്തെ പ്രതിഷേധിച്ചിരുന്നു. സാധാരണ തിരിച്ചടയ്ക്കേണ്ടാത്ത സഹായമായാണ് VGF അനുവദിക്കുന്നത്. വായ്പയായി തന്നെ സ്വീകരിക്കാമെന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ അറിയിക്കും. 818.80 കോടി രൂപയാണ് തിരിച്ചടയ്ക്കണമെന്ന വ്യവസ്ഥയിൽ കേന്ദ്രം സംസ്ഥാനത്തിന് നൽകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 1 വർഷം മാത്രം ബാക്കി നിൽക്കെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിർണായക നീക്കങ്ങൾ. ഡൽഹിയിലെത്തിയ AIADMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായി 2.5 മണിക്കൂറിലധികം കൂടിക്കാഴ്ച നടത്തി. 2026-ൽ തമിഴ്നാട്ടിൽ NDA അധികാരത്തിൽ വരുമെന്ന് അമിത്ഷാ പ്രതികരിച്ചു. CPM-ന്റെ അടുത്ത ജനറൽ സെക്രട്ടറി ആരെന്ന ചർച്ചകളിൽ നിറഞ്ഞ് ബൃന്ദ കാരാട്ടും. 75 വയസ്സ് പിന്നിട്ട ബൃന്ദയെ ജനറൽ സെക്രട്ടറി ആക്കണമെങ്കിൽ പ്രത്യേക ഇളവ് നൽകേണ്ടി വരും. MA ബേബി, BV രാഘവലു, തപൻ സെൻ, മുഹമ്മദ് സലീം എന്നിവർക്കും സാധ്യതയുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെ പോളിറ്റ് ബ്യൂറോയിൽ നിലനിർത്തുകയോ ക്ഷണിതാവാക്കുകയോ ചെയ്യും. കേന്ദ്ര കമ്മിറ്റിയിലേക്ക് കേരളത്തിൽ നിന്നുള്ള പ്രാതിനിധ്യം വർദ്ധിക്കാനും ഇടയുണ്ട്. സഞ്ജയ് കുമാർ മിശ്ര പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതിയിൽ സ്ഥിരാംഗം. മുൻ ED ഡയറക്ടറാണ് സഞ്ജയ് കുമാർ മിശ്ര. 1984 ബാച്ചിലെ IRS ഉദ്യോഗസ്ഥനാണ്. ED തലപ്പത്ത് സഞ്ജയ് കുമാർ മിശ്രയ്ക്ക് കാലാവധി നീട്ടി നൽകിയത് മുൻപ് വിവാദമായിരുന്നു. വ്യവസായ മന്ത്രിക്കും സംഘത്തിനും അമേരിക്കൻ സന്ദർശനത്തിന് അനുമതിയില്ല. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അനുമതി നിഷേധിച്ചു. മാർച്ച് 28 മുതൽ ഏപ്രിൽ 1 വരെ US സന്ദർശിക്കാനാണ് അനുമതി തേടിയത്. മന്ത്രിതലത്തിൽ പങ്കെടുക്കേണ്ട പരിപാടിയല്ലെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മറുപടി. ഇപ്പോൾ ലബനനിലുള്ള മന്ത്രി P. രാജീവ് കേരളത്തിലേക്ക് മടങ്ങും. SSLC പരീക്ഷകൾ അവസാനിച്ചു. പരീക്ഷ കഴിയുന്നതിന്റെ ആഘോഷങ്ങൾ അതിരുവിടാതിരിക്കാൻ നടപടികൾ സ്വീകരിച്ച് വിദ്യാഭ്യാസ വകുപ്പ്. സ്കൂളുകളിൽ ആഘോഷങ്ങൾ വിലക്കി സർക്കുലർ പുറത്തിറക്കിയിരുന്നു. ആഘോഷങ്ങൾ നടക്കുന്നില്ലെന്ന് അധ്യാപകർ ഉറപ്പുവരുത്തണമെന്നും ആവശ്യമെങ്കിൽ പോലീസിന്റെ സഹായം തേടണമെന്നും നിർദ്ദേശം. കോതമംഗലം കൺവെൻഷന് തുടക്കം. കൺവെൻഷൻ ആരംഭിക്കുന്നത് ദീർഘകാലം കോതമംഗലം കൺവെൻഷന്റെ രക്ഷാധികാരിയായിരുന്ന ശ്രേഷ്ഠ കാത്തോലിക്ക അബൂൻ മോർ ബസേലിയോസ് തോമസ് പ്രഥമൻ ഭാവിയുടെ അനുസ്മരണത്തോടെ. ഉദ്ഘാടനം അങ്കമാലി ഭദ്രാസന വലിയ മെത്രോപൊലീത്ത ഡോക്ടർ എബ്രഹാം മോർ സേവേറിയോസ്, ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസും കോതമംഗലം MLA ആന്റണി ജോണും വിശിഷ്ടാതിഥികളാകും. മാർച്ച് 30 ഞായറാഴ്ച കൺവെൻഷൻ സമാപിക്കും. ബസേലിയോസ് ജോസഫ് കാത്തോലിക്ക ബാവയ്ക്ക് സ്വീകരണം നൽകാനൊരുങ്ങി വിശ്വാസികൾ. ഞായറാഴ്ച ബെയ്റൂട്ടിൽ നിന്ന് ബാവ കൊച്ചിയിലെത്തും. ചരിത്ര പ്രാധാന്യം നിറഞ്ഞ കുട്ടിക്കാനം പള്ളിക്കുന്ന് ദേവാലയത്തെ തീർത്ഥാടക ടൂറിസവുമായി ബന്ധപ്പെടുത്തുന്നത് പരിഗണനയിലെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ച ദേവാലയത്തിന്റെ പൈതൃക ടൂറിസം സാധ്യതകൾ പരിശോധിക്കുന്നതിന് വേണ്ടി മുഹമ്മദ് റിയാസ് ദേവാലയം സന്ദർശിച്ചു. വയനാട് ടൗൺഷിപ്പിലെ വീടുകൾ ഡിസംബറോടെ പൂർത്തിയാക്കുമെന്ന് ഊരാളുങ്കൽ സൊസൈറ്റി. ഏപ്രിൽ 3-നുള്ള ഹൈക്കോടതി ഉത്തരവിന് ശേഷം നിർമ്മാണം ആരംഭിക്കും. ആദ്യം നിർമ്മിക്കുന്ന വീടുകളുടെ മാതൃകയായിരിക്കും. മഴക്കാലത്ത് നിർമ്മാണം വൈകാതിരിക്കാൻ കൂടുതൽ തൊഴിലാളികളെ നിയോഗിക്കുമെന്നും ഊരാളുങ്കൽ സൊസൈറ്റി അറിയിച്ചു. വീടുകളുടെ പ്ലാൻ അടക്കമുള്ള നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു. കാസർഗോഡ് വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ വീണ്ടും പുലി കുടുങ്ങി. കൊളത്തൂർ നിടുവോട്ട് ജനാർദ്ദനന്റെ റബ്ബർ തോട്ടത്തിൽ സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. പുലിക്ക് 4 വയസ്സ് പ്രായമുണ്ടെന്ന് DFO അറിയിച്ചു. നേരത്തെയും ഇതേ സ്ഥലത്ത് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങിയിരുന്നു.
ബാംഗ്ലൂരിൽ നിന്ന് KSRTC ഡ്രൈവറുടെ പക്കൽ വളർത്തു പാമ്പിനെ പാഴ്സലാക്കി നൽകിയയാൾ കുടുങ്ങി. തിരുവനന്തപുരം തിരുമല സ്വദേശി നവീനെതിരെ തമ്പാനൂർ പോലീസ് കേസെടുത്തു. അനധികൃതമായി പാഴ്സൽ കൊണ്ടുവന്നതിന് KSRTC കണ്ടക്ടറെ സസ്പെൻഡ് ചെയ്തു. പെറ്റ് ഷോപ്പ് ഉടമയുടെ പേരിലാണ് ബാൾ പൈത്തൺ ഇനത്തിൽപ്പെട്ട പാമ്പ് പാഴ്സലായി വന്നത്. തിരുവനന്തപുരം ഡിപ്പോയിൽ വെച്ചാണ് വിജിലൻസ് പാഴ്സൽ പരിശോധിച്ചത്. പ്രദർശനത്തിന് ഉപയോഗിക്കുന്ന പാമ്പെന്ന് പോലീസ്. ഇടുക്കി തൊടുപുഴയ്ക്ക് സമീപം ജനവാസ മേഖലയിൽ കാട്ടുപോത്തുകൾ ഇറങ്ങി. പച്ചിലക്കവലയ്ക്കും കാളിയാറിനുമിടയിലെ തേക്കിൻകൂപ്പിലാണ് കാട്ടുപോത്തുകൾ ഇറങ്ങിയത്. തൊടുപുഴ ഫോറസ്റ്റ് റേഞ്ചിൽപ്പെട്ട ഇടുക്കി വനത്തിൽ നിന്നാണ് ഇവ എത്തിയതെന്ന് കരുതുന്നു. വനത്തിനുള്ളിൽ വെള്ളത്തിന്റെ ക്ഷാമമുണ്ടായതാണ് കാട്ടുപോത്ത് ജനവാസ മേഖലയിൽ എത്താൻ കാരണമെന്നാണ് വിലയിരുത്തുന്നത്. ദേശീയ വാർത്തകൾ. ഈ വർഷം ജനുവരിയിൽ മാത്രം വാട്സാപ്പ് ഇന്ത്യയിൽ നിരോധിച്ചത് 99 ലക്ഷം അക്കൗണ്ടുകൾ. വാട്സാപ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള പണം തട്ടൽ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കാനും വാട്സാപ്പ് പ്ലാറ്റ്ഫോമിന്റെ വിശ്വാസ്യത നിലനിർത്തുക എന്നിവയുടെ ഭാഗമായായിരുന്നു നിരോധനം. ബാങ്ക് തട്ടിപ്പ് കേസിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തി ആന്റി കറപ്ഷൻ ബ്യൂറോ. ശ്രീനഗർ, ബുദ്ഗാം, ബന്ദിപ്പോര ജില്ലകളിലെ 4 സ്ഥലങ്ങളിലാണ് ജമ്മുകശ്മീർ ACB റെയ്ഡ് നടത്തിയത്. ACBയുടെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗമാണ് അന്വേഷണം നടത്തുന്നത്. ഉഭയകക്ഷി വ്യാപാര കരാറിൽ ഇന്ത്യയുടെയും US-ന്റെയും മുതിർന്ന ഉദ്യോഗസ്ഥർ തമ്മിൽ 3 ദിവസത്തെ ചർച്ചകൾ ഇന്ന് ആരംഭിക്കും. അസിസ്റ്റന്റ് US ട്രേഡ് പ്രതിനിധി ബ്രണ്ടൻ ലിഞ്ച് വാണിജ്യ വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറി രാജേഷ് അഗർവാളുമായി ചർച്ച നടത്തും. മുംബൈ വിമാനത്താവളത്തിലെ ശുചിമുറിയിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി. ചവറ്റുകുട്ടിയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നലെ രാത്രി 10:30ഓടെയാണ് സംഭവമുണ്ടായത്. ശുചീകരണ തൊഴിലാളികളാണ് ഇക്കാര്യം എയർപോർട്ട് അതോറിറ്റിയെ അറിയിച്ചത്. ജനിച്ച ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞാണ് മരിച്ചത്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചാണ് അന്വേഷണം. മമതാ ബാനർജി ലണ്ടനിലെ ഹൈഡ് പാർക്കിൽ സാരിയും ചെരുപ്പും ധരിച്ച് ജോഗിംഗ് നടത്തുന്ന വീഡിയോ വൈറൽ. ബംഗാൾ മുഖ്യമന്ത്രി ലണ്ടനിൽ ചുറ്റി നടന്ന് ആസ്വദിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും തൃണമൂൽ കോൺഗ്രസ് നേതാവ് കുനാൽ ഘോഷ് പങ്കുവച്ചു. 2023-ൽ സ്പെയിനിലേക്കുള്ള ഔദ്യോഗിക സന്ദർശന വേളയിലും സാരിയും സ്ലിപ്പറും ധരിച്ച് ജോഗിംഗ് നടത്തിയിരുന്നു. ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായാണ് മമതാ ബാനർജി ലണ്ടനിലെത്തിയത്. അന്താരാഷ്ട്ര വാർത്തകൾ. അഫ്ഗാനിസ്ഥാനിലെ കുപ്രസിദ്ധ ഭീകരരുടെ തലയ്ക്ക് വിലയിട്ടിരുന്ന നടപടി പിൻവലിച്ച് അമേരിക്ക. പിൻവലിച്ചത് US ഇന്ത്യൻ എംബസികളിൽ ആക്രമണം നടത്തിയ ഹഖാനി നേതാക്കളെപ്പറ്റി വിവരം നൽകുന്നവർക്ക് പ്രഖ്യാപിച്ചിരുന്ന പാരിതോഷികം. താലിബാനുമായുള്ള ചർച്ചയ്ക്ക് പിന്നാലെയാണ് അഫ്ഗാൻ മന്ത്രി സിറാജുദ്ദീൻ ഹഖാനി അടക്കമുള്ളവർക്കെതിരായ നോട്ടീസ് അമേരിക്ക പിൻവലിച്ചത്. സിറാജുദ്ദീൻ ഹഖാനിയെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് $10 മില്യൺ ആയിരുന്നു അമേരിക്ക പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നത്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഫ്രാൻസിലെത്തും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. സുരക്ഷാ ഉച്ചകോടിക്ക് മുന്നോടിയായാണ് കൂടിക്കാഴ്ച. നാളെ പാരീസിൽ നടക്കുന്ന സുരക്ഷാ ഉച്ചകോടിയിൽ UK, ജർമ്മനി, പോളണ്ട് അടക്കമുള്ള രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കും. കിഴക്കൻ ജെറുസലേമിലെ അൽ മഖാസിസ് ആശുപത്രിക്ക് $64.5 ദശലക്ഷം സാമ്പത്തിക സഹായം അനുവദിച്ച് UAE. പ്രസിഡന്റ് ഷൈഖ് മുഹമ്മദിന്റെ പ്രത്യേക നിർദ്ദേശത്തെ തുടർന്നാണ് UAEയുടെ സഹായഹസ്തം. ലോകാരോഗ്യ സംഘടന അടക്കമുള്ള അന്താരാഷ്ട്ര സംഘങ്ങളുമായി ചേർന്ന് ഫലസ്തീനിൽ UAE നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ആശുപത്രിക്കുള്ള സഹായം. പെരുന്നാളിന് ലുസൈലിൽ ആഘോഷമൊരുക്കി വിസിറ്റ് ഖത്തർ. ഏപ്രിൽ 3 മുതൽ 5 വരെ ആകാശവിസ്മയമൊരുക്കിയാണ് വിസിറ്റ് ഖത്തർ പെരുന്നാൾ ആഘോഷിക്കുന്നത്. എയറോബാറ്റിക്സ്, സ്കൈ ഡൈവിംഗ്, സ്കൈ റൈറ്റിംഗ് പ്രകടനങ്ങൾ, ഹൈസ്പീഡ് ജെറ്റ് ഡിസ്പ്ലേകൾ എന്നിവയുൾപ്പെടെ ആകാശത്ത് വിസ്മയം തീർക്കാൻ ഒരുങ്ങുകയാണ് വിസിറ്റ് ഖത്തർ. സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് കൂടുതൽ പദ്ധതികളുമായി ഖത്തർ. ഖത്തറിന്റെ വികസന നയത്തിലുള്ള സമഗ്ര മാറ്റത്തിന്റെ സൂചനയാണ് പ്രധാനമന്ത്രി പങ്കുവച്ചത്. വിവിധ സേവന മേഖലകളിൽ സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ അവസരം നൽകുന്ന രീതിയിൽ പദ്ധതികൾ ആവിഷ്കരിക്കും. കുവൈത്തിലെ മലയാളി ക്രിക്കറ്റ് പ്രേമികളുടെ കൂട്ടായ്മയായ കുവൈറ്റ് കേരളൈറ്റ് ക്രിക്കറ്റ് ഫാമിലി ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ഫർവാനിയയിൽ നടന്ന ഇഫ്താർ സംഗമത്തിൽ നിരവധി അംഗങ്ങൾ പങ്കെടുത്തു. ഇഫ്താർ സംഗമത്തിൽ കുവൈത്ത് ദേശീയ ക്രിക്കറ്റ് ടീമിന്റെ മാനേജർ നവീൻ D ധനഞ്ജയൻ മുഖ്യാതിഥിയായി. UAEയിൽ ബാങ്കുകൾക്ക് പിഴ ചുമത്തി സെൻട്രൽ ബാങ്ക്. കോമൺ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്, ഫോറിൻ അക്കൗണ്ട്
ടാക്സ് കംപ്ലയർ ആക്റ്റീവ് എന്നിവ നടപ്പാക്കുന്നതിൽ പിഴവ് കണ്ടെത്തിയതിൽ നടപടി. 5 ബാങ്കുകൾക്കും 2 ഇൻഷുറൻസ് കമ്പനികൾക്കും 2.621 ദശലക്ഷം ദിർഹം പിഴ. യുഎഇയിലെ ഷൈഖുമാരുമായും മറ്റ് വിശിഷ്ട വ്യക്തികളുമായും കൂടിക്കാഴ്ച നടത്തി യുഎഇ ഉപരാഷ്ട്രപതിയും ഉപപ്രധാനമന്ത്രിയും. സാമൂഹിക ഐക്യം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു യോഗം. സമൂഹവുമായി തുടർച്ചയായ ആശയവിനിമയം നിലനിർത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി ഭരണാധികാരികൾ. ദുബായ് ഭരണാധികാരി ആരംഭിച്ച ഫാദേഴ്സ് എൻഡോമെന്റ് ക്യാമ്പയിനിലേക്ക് ഡോക്ടർ ഷംഷീർ വയലിൽ 50 ലക്ഷം ദിർഹം സംഭാവന ചെയ്തു. ബുർജിൽ ഹോൾഡിംഗ്സിന്റെ സ്ഥാപകനും ചെയർമാനുമാണ് ഡോക്ടർ ഷംഷീർ വയലിൽ. ദരിദ്ര സമൂഹങ്ങളെ പിന്തുണയ്ക്കുന്നതിനുള്ള യുഎഇയുടെ പ്രതിബദ്ധതയാണ് ക്യാമ്പയിനിൽ പ്രതിഫലിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പോലീസിന്റെ പരിശീലന ഘടന ചർച്ച ചെയ്ത് ഷാർജ ഭരണകൂടം. കിരീടാവകാശിയും ഉപഭരണാധികാരിയുമായ സുൽത്താൻ അൽ ഖാസിമിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. പരിശീലനം കൂടുതൽ ഫലപ്രദമാക്കാൻ പദ്ധതികൾക്ക് രൂപം നൽകി യോഗം. സമസ്ത ഇസ്ലാമിക് സെന്റർ മക്ക സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാൻഡ് ഇഫ്താർ സ്നേഹസംഗമവും ബദർ അനുസ്മരണവും സംഘടിപ്പിച്ചു. കോഴിക്കോട് ഖാദി സയ്യിദ് മുഹമ്മദ് കോയ ജമലുൽ ഐലി തങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ്. സിനിമാ വാർത്തകൾ. ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ കാത്തിരിക്കുന്ന എമ്പുരാൻ നാളെ റിലീസിനെത്തും. പൃഥ്വിരാജ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ റിലീസ് ചെയ്യുന്ന ചിത്രം റിലീസിന് മുൻപ് തന്നെ റെക്കോർഡുകൾ വാരിക്കൂട്ടിക്കഴിഞ്ഞു. ആദ്യ ദിനത്തിൽ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രമായി ലിയോയുടെ റെക്കോർഡ് തകർത്ത് എമ്പുരാൻ മാറുമോ എന്നതാണ് ഇനി ഉറ്റുനോക്കുന്ന നിമിഷം. ഈ സംസ്ഥാനത്തിനെ നിരന്തരം തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് മുന്നിൽ നിന്ന് പൊരുതിയ ശത്രുക്കളായിരുന്നില്ല. കേരളത്തിലെ കപട മതേതരവാദികൾ ഞെട്ടിത്തരിക്കാൻ പോകുന്ന ഒരു വാർത്ത നമ്മൾ ഉടൻ തന്നെ കേൾക്കും. രാജനീതി एक धंधा है हमारे देश में. പക്ഷേ വരുന്നതേ അത്ര ചില്ലറ കൈയല്ല. മനുഷ്യജീവന് മുകളിൽ ഒരു രക്തബന്ധത്തിനും വിലയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. മോഹൻലാൽ പ്രധാന വേഷത്തിലെത്തുന്ന എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ ആദ്യ ലിറിക്കൽ ഗാനം പുറത്ത്. ഫിർസിൽദ എന്ന ഗാനമാണ് പുറത്തു വന്നിരിക്കുന്നത്. ദീപക് ദേവ സംഗീത സംവിധാനം നിർവഹിക്കുന്ന ഗാനത്തിൽ ആനന്ദ് ഭാസ്കറാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. തനിഷ് നബാബ് ഗാനത്തിന്റെ വരികൾ രചിച്ചിരിക്കുന്നു. ആരാധകർ കാത്തിരിക്കുന്ന മമ്മൂട്ടി ചിത്രം ബസൂക്കയുടെ ട്രെയിലർ എമ്പുരാന്റെ റിലീസിന് ഒരു ദിവസം മുൻപ് തന്നെ എത്തുന്നു. ഇന്ന് രാത്രി 8 മണിക്ക് തൃശൂർ രാഗം തിയേറ്ററിൽ ട്രെയിലർ റിലീസ് ചെയ്യും. ഇതിനുശേഷം 8:10 ഡിജിറ്റലായി ട്രെയിലർ പുറത്തിറങ്ങും. ഏപ്രിൽ 10 ചിത്രം തിയേറ്ററുകളിലെത്തും. നവാഗതനായ ഡീനോ ഡെന്നീസ് ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. മോഹൻലാൽ നായകനായി തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന തുടരും ഒഫീഷ്യൽ ട്രെയിലർ പുറത്ത്. രജപുത്ര രഞ്ജിത്ത് നിർമ്മിക്കുന്ന ചിത്രത്തിൽ ശോഭനയാണ് നായിക. ഷാജി കുമാർ ഛായാഗ്രഹണവും ജേക്സ് ബിജോയ് സംഗീത സംവിധാനവും നിർവഹിച്ചിരിക്കുന്ന ചിത്രം മെയ് മാസത്തിൽ റിലീസ് ചെയ്യും. ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം ആലപ്പുഴ ജിംഖാനയുടെ ട്രെയിലർ പുറത്ത്. വിഷു റിലീസായ ചിത്രം ഏപ്രിൽ തിയേറ്ററുകളിലെത്തും. കോമഡിയും ആക്ഷനും ഇമോഷനും എല്ലാം കലർന്നതാണ് ചിത്രമെന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന.
ചിത്രത്തിൽ വ്യത്യസ്ത ഗെറ്റപ്പിലാണ് നസ്ലൻ എത്തുന്നത്. ബോക്സിംഗ് പശ്ചാത്തലമാക്കി ഒരുങ്ങുന്ന കോമഡി എന്റർടൈനർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമാണിത്. ആലപ്പുഴയിൽ ഒരു സ്ഥലം. ആന്റണി ജോഷു നാഷണൽ ലെവലിൽ കളിച്ചിട്ടുള്ള പ്ലെയറാണ്. സൗത്ത് ഇന്ത്യൻ ലെവലിൽ കേരളത്തിന് വേണ്ടി ഇടിച്ച് ജയിച്ചതാണ്. 2 ടൈം സ്റ്റേറ്റ് ഗോൾഡ് മെഡൽ വിന്നർ. 180 പഞ്ചസ് ഇൻ 30 സെക്കൻഡ്. 110 പുഷപ്പ് ഇൻ 1 മിനിറ്റ്. മലയാളിയുടെ ഹാസ്യ ചക്രവർത്തി നടൻ ഇന്നസെന്റിന്റെ ഓർമ്മകളിൽ സിനിമാ ലോകം. നടനും എംപിയും എഴുത്തുകാരനുമായിരുന്ന ഇന്നസെന്റ് വിടവാങ്ങിയിട്ട് ഇന്ന് 2 വർഷം. മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടി സുകുമാരി വിടവാങ്ങിയിട്ട് 12 വർഷം. ഒട്ടനവധി ഭാഷകൾ, നിരവധി വേഷങ്ങൾ, 6 പതിറ്റാണ്ട് നീണ്ട അഭിനയ ജീവിതത്തിൽ 2500-ലേറെ സിനിമകളിലൂടെ വിസ്മയിപ്പിച്ച താരത്തിന്റെ ഓർമ്മയിൽ സിനിമാ ലോകം. ടോവിനോ തോമസിനെ നായകനാക്കി അനുരാജ് മനോഹർ ഒരുക്കുന്ന നരിവേട്ടയുടെ റിലീസ് തീയതി നിശ്ചയിച്ചു. മെയ് 16-ന് വേൾഡ് വൈഡ് റിലീസായാണ് ചിത്രം ഒരുങ്ങുന്നത്. ഇന്ത്യൻ സിനിമാ കമ്പനിയുടെ ബാനറിൽ ഇന്ത്യ, ഷിയാസ് ഹസൻ, ടിപ്പു ഷാൻ എന്നിവർ ചേർന്നാണ് നരിവേട്ട നിർമ്മിക്കുന്നത്. മോർസെ ഡ്രാഗൺ എന്റർടൈൻമെന്റ് നിർമ്മിക്കുന്ന 916 കുഞ്ഞൂട്ടന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസായി. ഗിന്നസ് പക്രു നായകനാകുന്ന ചിത്രത്തിൽ ടിനി ടോമും രാകേഷ് സുബ്രഹ്മണ്യവുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ആര്യൻ വിജയ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് 916 കുഞ്ഞൂട്ടൻ. ഓസ്കാർ പുരസ്കാര ജേതാവായ പലസ്തീൻ സംവിധായകനെ ഇസ്രയേൽ സൈന്യം അറസ്റ്റ് ചെയ്തതായി ആരോപണം. നോ അതർ ലാൻഡ് എന്ന ഡോക്യുമെന്ററിയുടെ സംവിധായകൻ ഹംദാൻ ബലാലിനെയാണ് ഇസ്രയേൽ സൈന്യം പിടികൂടിയത്. വെസ്റ്റ് ബാങ്കിലെ ഗ്രാമങ്ങളുടെ മോശം അവസ്ഥ വിവരിക്കുന്ന ഡോക്യുമെന്ററിയാണ് നോ അതർ ലാൻഡ്. ബിസിനസ് വാർത്തകൾ. സംസ്ഥാനത്ത് 5 ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് സ്വർണ്ണ വില ഉയർന്നു. പവന് 80 രൂപയാണ് ഉയർന്നത്. ഇന്ന് വിപണിയിൽ 1 പവൻ സ്വർണത്തിന്റെ വില 65,560 രൂപയാണ്. 1 ഗ്രാം 22 ക്യാരറ്റ് സ്വർണത്തിന്റെ വിപണി വില 8,195 രൂപയും. അതേസമയം വെള്ളിയുടെ വില ഉയർന്നിട്ടുണ്ട്. 1 ഗ്രാം വെള്ളിയുടെ വില 109 രൂപയാണ്. കായിക വാർത്തകൾ. IPL-ൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ പഞ്ചാബ് കിങ്സ് 11 11 റൺസ് ജയം. 244 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഗുജറാത്തിന് 5 വിക്കറ്റിന് 232 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ മികവിലായിരുന്നു പഞ്ചാബിന്റെ കുതിപ്പ്. IPL-ൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പോരാട്ടം. മത്സരം രാത്രി 7:30-ന് ഗുവാഹത്തിയിലാണ്. സീസണിലെ ആദ്യ ജയം തേടിയാണ് ഇരു ടീമുകളും ഇറങ്ങുന്നത്. ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടി അർജന്റീന. യുറുഗ്വായ് ബൊളീവിയ മത്സരം സമനിലയിലായതോടെയാണ് അർജന്റീന യോഗ്യത നേടിയത്. ബ്രസീലിനെതിരായ മത്സരത്തിൽ അർജന്റീന 3-1 മുന്നിലാണ്. പ്രാദേശിക വാർത്തകൾ. അമ്പലപ്പുഴ പാൽപ്പായസത്തിന്റെ മധുരവുമായി അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന്റെ തിരുനടയിൽ ചരിത്ര പ്രസിദ്ധമായ നാടകശാല സദ്യ നടന്നു. ക്ഷേത്രത്തിലെ 9ാം ഉത്സവ ദിനത്തിലാണ് ഭക്തിനിർഭരമായ ചടങ്ങ് നടന്നത്. കാസർഗോഡ് വലിയ പറമ്പ കന്നുവീട് കടപ്പുറം ശ്രീസ്വാമി മഠം ക്ഷേത്രം കളിയാട്ടം സമാപിച്ചു. കളിയാട്ടത്തിന്റെ ഭാഗമായി പുലർച്ചെ അരങ്ങിലെത്തിയ അഗ്നികണ്ഠാകർണൻ തെയ്യത്തെ കാണാൻ ആയിരങ്ങളാണ് ക്ഷേത്രം സന്നിധിയിലെത്തിയത്. കേരള സർവകലാശാല സംഘടിപ്പിക്കുന്ന ഭരത് മുരളി നാടകോത്സവത്തിന്റെ 2ാം പതിപ്പിന് ലോക നാടക ദിനമായ മാർച്ച് 27-ന് തിരുവനന്തപുരത്ത് തുടക്കമായി. പാളയം സെനറ്റ് ഹാളിൽ മാർച്ച് 27-ന് വൈകുന്നേരം 5:30-ന് ധനമന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും. സിൻഡിക്കേറ്റ് അംഗവും ഭരത് മുരളി നാടകോത്സവം ചെയർമാനുമായ അഡ്വക്കേറ്റ് G. മുരളീധരൻ അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ ആദ്യകാല നാടക പ്രതിഭകളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ആദരിക്കും. ഉദ്ഘാടന ദിവസം KPSC-യുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം അവതരിപ്പിക്കും. മുക്കത്തെ വ്യാപാരി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ 4ാമത് മെഗാ ഇഫ്താർ സംഘടിപ്പിച്ചു. മുക്കം PC ജംഗ്ഷനിലെ മൈതാനത്ത് നടന്ന ഇഫ്താർ മാനവ ഐക്യ വേദിയായി മാറി. സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള 1500-ലേറെ ആളുകൾ ഇഫ്താറിൽ പങ്കെടുത്തു. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം. പെരുകുന്ന കുറ്റകൃത്യ